ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിന്റെ തിരുനാളുകൾ, വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹയാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യും. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടി അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പ്രവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
ഇപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനാൽ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പ്രഘോഷകമായ അങ്ങേ വിശ്വാസികൾക്കൂടെ കൂടെ സ്വീകരിക്കുവാൻ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ അനവരതം വാഴ്ത്തി സ്തുതിക്കുവാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സാധിച്ചു. തിരുസഭ വിശുദ്ധ അൽഫോൻസസ് ലിഗോറിയന്റെ ഫീസ്റ്റ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ദിനം മുട്ടിട ഇടവകാംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതും സന്തോഷമുള്ളതും ആയ ഒരു ദിവസമാണ്. ഇന്ന് പ്രസംഗ മധ്യത്തിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോറിയെക്കുറിച്ച് പൊള്ളച്ചൻ വളരെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വിശുദ്ധനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ 1969 ജൂൺ 1 മുതലാണ് മുട്ടിട ഇടവക ദിവ്യരക്ഷാ സഭ ഏറ്റെടുത്തത്. കഴിഞ്ഞ 56 വർഷം ഇവരുടെ സേവനം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പ്രഘോഷകമായ അങ്ങേ വിശ്വാസികൾക്കൂടെ കൂടെ സ്വീകരിക്കുവാൻ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ അനവരതം വാഴ്ത്തി സ്തുതിക്കുവാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ.